എന്റെ ഈശോയെ, അവള് പറഞ്ഞു കേട്ടോ ആമീന്ന്. അവൾ അറിഞ്ഞു, നാണക്കേടായി. ഇടി, അവള് നിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്തോരം വിളിച്ചിട്ടുള്ള. അന്നൊന്നും അവള് കേട്ടില്ല. ഇപ്പൊ ഫോണിൽ പറഞ്ഞപ്പോ കേട്ടു, അത്രേ ഉള്ളൂ. യു ഡോണ്ട് വറി. ഓക്കേ. അനിയമ്മേ, ഈയിടെയായിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? പറയൂ. ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം. ഓ, എവിടെ പോന്നു? അടുക്കളയിൽ ഒരുപാട് പണി ബാക്കിയുണ്ട്. കിടന്നു, കെട്ടിപ്പിടിച്ച് കിടന്നു. കിടക്കാനാ ഇന്നാ? അതെ, എനിക്ക് രാവിലെ കൊണ്ടുപോകാൻ കറിയൊന്നും വേണ്ട. എനിക്ക് ലില്ലിക്കുട്ടി കറി കൊണ്ടുവരും. ഈ ലില്ലിക്കുട്ടിക്ക് അച്ചായനെ അത്രക്കിഷ്ടാ? സ്നേഹം കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറതിയില്ല. എന്റെ ഫാനാ. ഓ, അച്ചായനോ? എനിക്ക് എന്റെ ആനയമ്മ മാത്രം മതി. പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന് പെട്ടതാ. പെട്ടൂന്ന് എനിക്കും തോന്നിയതാ. എപ്പോ? ഇതുവരെ ഇല്ലാത്തൊരു മൂളിപ്പാട്ടും മറവിയും മന്ത്രിയും പതിവില്ലാതെയുള്ള കഥ പടച്ചിടലും ഫോൺ വിളിയും. എന്റെ ഈശോയെ, ശരിക്കും മനസ്സിലായി. കൊല്ലം കുറെ ആയില്ലേ, ചലിച്ച മനസ്സിലാവും. എനിക്കെന്നല്ല, എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും. നേരിട്ട് ബോധ്യപ്പെടാത്തത് കൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആള് ലില്ലിക്കുട്ടിയല്ല കേട്ടോ. പിന്നെ ജൂലി. ഒരേ കമ്പി. എന്നിട്ട് കാശെന്ത് ചെയ്തു? പഞ്ചായത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അപ്പോ കാശ് കിട്ടുന്ന പരിപാടിയാണ് അല്ലേ? അതെ, എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എന്തോന്ന്? എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ആരാ വിളിച്ചേ? എനിക്ക് പറയണം. പറയടി. പറയാൻ. ഇത്രയും വികാരഭരിതനാവണ്ട. എന്നോട് പറയാതിരുന്ന എന്താ? എനിക്കത് ആദ്യം അറിയണ്ടേ. എങ്ങനെ പറയും? അരിച്ചാക്ക് തലയെ കയറ്റി വെച്ച പോലെ ശ്വാസം മുട്ടി നടക്കുകയല്ലായിരുന്നോ? ഭർത്താവല്ലേ. ഇപ്പൊ ആ ശ്വാസമൊക്കെ പോയി, മസിൽ പിടുത്തമൊക്കെ മാറി, നല്ല കുട്ടിയായി. ഇപ്പൊ നമ്മള് നല്ല ഫ്രണ്ട്സാണ്. ഇനി അച്ഛനോട് ഞാൻ എന്തും തുറന്നു പറയും. എങ്കിൽ പറ, ആരാ വിളിച്ചേ? 3 പേരുണ്ട്. 3? ആരൊക്കെ? എന്താ ധൃതി? ആദ്യം ഒരാളുടെ പേര് പറയാം. നമ്മുടെ രവി അങ്കിള്. ആര്? രവി അങ്കിൾ. അയ്യോ, എന്റെ ഈശോയെ, പട്ടാളോ? ആ, രവിയെങ്കിലാ മോളെ. എനിക്ക് ഇവിടെ ബോറടിച്ചിട്ട് വയ്യ. പട്ടാളത്തിലായിരുന്നെങ്കിൽ തോക്കെടുത്ത് 4 വെടിയെങ്കിലും വെക്കാമായിരുന്നു. അങ്കിൾ ഇങ്ങോട്ട് വാ. വരണോ? വാ അങ്കിളെ. വന്നിട്ട് ഈ വീടിനകമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടാം. അങ്കിളിന്റെ ബോറടിയും മാറും, എന്റെ വീടും വൃത്തിയാവും. വാ. ഒരു കോള് വരുന്നു. എന്റെ രവി അങ്കിളെ, വെറുതെ രക്തം തിളച്ച് വഴക്കുണ്ടാക്കാനൊന്നും പോണ്ട. ഇല്ലില്ല, പോവില്ല. അടുത്താളെ പറ. ചേച്ചി നെന്നിയ മോട്ടറിന്റെ പണി കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം. ചേച്ചിയോട് കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞാ ഒന്ന് ഉഷാറാവും. അതാ വിളിച്ചത്. ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാ ബെന്നി? ഐക്യരാഷ്ട്രസഭ? നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? അതിനുവേണ്ടി പറഞ്ഞതാ. ഈ ചേച്ചിയുടെ ഒരു തമാശ. ഇതൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ചിലപ്പോ ബാക്കിയും കൂടെ പറ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. ബെന്നി പറ. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. എളുപ്പം പറ. ചേച്ചിയുടെ വീട്ടിലെ മോട്ടറും പൈപ്പൊന്നും കേടാവുന്നതല്ല. പിന്നെ ഞാൻ കേടാക്കുന്നതാ. ചേച്ചിയോടൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ. ആണോ? നീ ഇപ്പൊ പറഞ്ഞത് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നീ എന്നെ വിളിച്ച ഈ കോളനിയിൽ എല്ലാവരും ഇത് കേൾക്കും. വെക്കടാ. എടാ അലവലാതി, ഒരു അനിയനെ പോലെ കൊണ്ടാടുന്ന ഞാൻ അവനെ. അവനിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ശരി, അടുത്ത ആളെ പറ. നമ്മുടെ രഘുസ്വാമി. സാമിയ. ശുദ്ധം, ജൈവം. സന്തോഷം. ആനിയമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പച്ചക്കറി കൃഷി നടത്തുന്നത്. എനിക്കറിയാം. മുഖത്തൊരു സങ്കടം ഞാൻ കാണുന്നുണ്ട്. ഉലഹന്നാനുമായിട്ട് വലിയ പിണക്കത്തിലുമാണ്. എന്നോട് എന്തും തുറന്നു പറയാം.
വാണിയമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. സ്വാമിയുടെ മാനസികാവസ്ഥ എനിക്കും മനസ്സിലാവും. സ്വാമി ചെല്ല് സ്വാമി. അയാളുടെ ഒരു പച്ചക്കറി മൊത്തത്തിൽ കയറി ഞാൻ നിരങ്ങിയാണ്. അയ്യോ വേണ്ട. എല്ലാ ദിവസവും ഓഫീസിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതേ ഇവിടെ ഉണ്ടായ പച്ചക്കറിയാ. ആണോ? അതെ, ശുദ്ധം, ജൈവം. സ്വാമിയുടെ ജൈവ അവന്റെ അയ്യോ. ഏ? എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാം, ആരോടും വഴക്കുണ്ടാക്കില്ലാന്ന്. ആരോടും വഴക്കുണ്ടാക്കില്ല. നിങ്ങൾ ഈ കൊച്ചു പുസ്തകം തുറന്നു വെച്ചോണ്ടിരുന്നോ? നിങ്ങക്ക് വേണ്ടതല്ലേ ഇതിനകത്തുണ്ടല്ലോ. എല്ലാം കൂടെ ഒരു ദിവസം എടുത്ത് ഞാൻ അടുപ്പിലിടും, നോക്കിക്കോ. എടി, നിന്നെ കാണാൻ ആരൊക്കെയോ വന്നിരിക്കുന്നു. എന്നെ കാണാനോ? അതാരാ? ചോദിച്ചില്ലേ? ചോദിച്ചു. നിന്റെ ഗാനമേള ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. ഗാനമേളയോ? നീ ഇപ്പൊ ഭയങ്കര വൈറലല്ലേ? എന്റെ ചായ ഞാനില്ല. ദേ വീട്ടിൽ വന്നവരോട് അപമര്യാദയായിട്ട് പെരുമാറരുത്. ചോറൊക്കെ പിന്നെ എടുക്കാം. വന്ന്. വേണ്ട ചായ, ഞാൻ പറയുന്നത് കേക്ക്. വാ. വിട്. ഇത് നല്ല കാര്യത്തിനല്ലേ? വാ. കുടിക്കാൻ ചായയോ കാപ്പിയോ? നോ താങ്ക്സ്. ആ. മിസ്റ്റർ ഉലഹനാൻ വിളിച്ച ഞാൻ കാര്യം പറയാം. നീ അവിടെ ഇരിക്കേ. അല്ല, പൈപ്പ് എവിടെയാ പൊട്ടിന്ന് പറഞ്ഞത്? ഞാൻ പൊട്ടിക്കാവിടാ. നീ വെയിറ്റ് ചെയ്. സ്വാമിക്ക് മനസ്സിന് എന്തോ വിഷമമുണ്ടല്ലോ. ചെറുതായിട്ട്. ഞാൻ മാറ്റിത്തരാം. അതെ, ഇനി വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഇവളെല്ലാ കാര്യവും എന്നോട് വിശദമായിട്ട് പറഞ്ഞു. എന്ന് വെച്ച് വഴക്കുണ്ടാക്കാൻ വിളിച്ചതൊന്നുമല്ല. നിങ്ങൾക്കൂടെ പ്രയോജനമുള്ള കാര്യമാണ്. എടി, നമ്മുടെ രവിയങ്കള, നമ്മുടെ വെണ്ണി, നമ്മുടെ സ്വാമി, ഇവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്കതൊക്കെ സാധിച്ചു കൊടുത്തൂടെ? ഇവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? ഇരിക്കടാ, ഇരിക്കേ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ. എനിക്ക് ഓഫീസിൽ പോകണം. ഞാൻ എന്റെ ബാഗ് എടുക്കട്ടെ. സ്വാമി, സ്വാമി ഓടിക്കോ. എന്ത് പണിയാണ് ചേച്ചി കളിച്ചത്? എന്റെ അമ്മേ, മിനി. ഇവരൊന്ന് കുടിച്ച വെള്ളത്തിൽ മിനി, മിനി, ദാ, ഇവിടെ. ഉന്നത സാറായിരുന്നു. അമ്മേ, മാതാവേ. ഇതെന്തിനാന്ന് മനസ്സിലായോ? ഇവളെ വിളിച്ചതിനല്ല. നീ എന്റെ മോട്ടോർ കേടാക്കി എന്റെ കാശ് വാങ്ങിച്ച് നീ എന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചതിന്. ഇനി ഈ കോളനി കണ്ട നിന്റെ മോട്ടോർ ഞാൻ കേടാക്കും. പോടാ. അട്ടേജി, എവിടെ ചെന്നാലും എന്റെ ഗതി ഇതാണ്. അമ്മ അങ്ങോട്ടിരിക്കെ, ഞാൻ വിളിക്കാം. സെക്രട്ടറി നമസ്കാരം. ഇത് കൃഷ്ണേട്ടൻ എനിക്ക് വേണ്ടപ്പെട്ട പാർട്ടിയാ. ഇദ്ദേഹത്തിന്റെ വിധവ പെൻഷൻ